പറഞ്ഞോ സാർ. ഉം. കേന്ദ്ര സർക്കാർ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി ബന്ധപ്പെട്ട ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഏകദേശം 81,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് അത്. ആ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം, അതറിഞ്ഞതിന് ശേഷം സോണിയാഗാന്ധി ദി ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. അതിനുശേഷം കോൺഗ്രസ് വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ശരിയാണ്, അവര് പറഞ്ഞ ഒരു വിഭാഗം ഗോത്ര വിഭാഗമുണ്ട്, അവരുടെ സംരക്ഷണം, വനനശീകരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഒരു കോൺട്രവേഴ്സി ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് കോൺഗ്രസ്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനിടയിൽ നടന്നിട്ടുള്ള ചില ഉള്ളുകളികളുണ്ട്. അത് ആരും സംസാരിച്ച് കേൾക്കുന്നില്ല. അതിനുശേഷം പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ വീണ് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഒരു പാർട്ടിയുടെ രൂപീകരണവും ഇപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ള സംശയം വന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ സർ? ഒരു തെറ്റ് പറയാൻ പറ്റില്ല. പണ്ട് അലക്സാണ്ടർ ലോകം കീഴടക്കി വന്നപ്പോൾ ഇന്ത്യയുടെ ഹരിയാന, ഇന്നത്തെ ഹരിയാനയുടെ ഭാഗം ഭരിച്ചിരുന്ന പുരുഷോത്തമൻ എന്ന് പറയുന്ന രാജാവ് അലക്സാണ്ടറെ തടഞ്ഞവിടെ നിർത്തി അദ്ദേഹം തോൽപ്പിച്ചേനെ. അലക്സാണ്ടർക്ക് മടങ്ങിപ്പോയിട്ട് വന്നേനെ. പക്ഷെ അംബി എന്ന് പറയുന്ന മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അലക്സാണ്ടർക്ക് ഈ രാജാവിനെ പറ്റി, മഹാനായ ഈ രാജാവിനെ പറ്റി പാര വെച്ചു കൊടുത്തതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ, സൈനിക രഹസ്യങ്ങൾ കണ്ടെത്തിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ആ രാജ്യം കീഴടക്കുകയും ചെയ്തു. കീഴടക്കി കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, നിങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറണം? അപ്പോൾ പുരുഷോത്തം രാജാവ് പറഞ്ഞ കാര്യം, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പെരുമാറുന്ന പോലെ പെരുമാറുക. ഇത്തരം ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏതൊരു രാജ്യത്തിനോടും, ചൈനയോടും ഏതൊരു രാജ്യത്തിനോടും കിടപിടിക്കാവുന്ന രീതി, അമേരിക്കയുടെ വിധേയത്വം പേറാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് സഹിക്കാത്ത ചിലരെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ പൗരന്മാരായിട്ട് വിലസുന്നുണ്ട്. അതിലൊരാളാണ് നേരത്തെ പ്രജിത പറഞ്ഞ ആള്. തീരെ സഹിക്കുന്നില്ല മോദിയുടെ കാര്യത്തിൽ. ഇന്ത്യ മേക്കിംഗ് എ ഗ്രേറ്റ് സ്ട്രൈഡ് ഫോർവേഡ്, ക്രൂസിംഗ് സ്പീഡിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് തീരെ സഹിക്കാത്ത ഒരാളാണ്. കാരണം ഞങ്ങളുടെ കുത്തക അവകാശമാണ് പ്രധാനമന്ത്രിയുടെ വസതിയും ഓഫീസും പാർലമെന്റും എല്ലാം എന്ന് ധരിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. അതിനെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അതാണ് നമ്മൾ ഇന്നലെ കണ്ട സമരത്തിലും പ്രതിഫലിച്ചത്. അതുപോട്ടെ, ഇവിടുത്തെ പ്രശ്നം ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലെ 81,000 കോടി രൂപ ഒരു ഇൻഡസ്ട്രിയൽ മിലിറ്ററി നേവി പ്രോജക്റ്റാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആ പ്രോജക്റ്റ് എന്ന് പറയുന്ന നിതി ആയോഗ് പ്രൊപ്പോസ് ചെയ്ത പരിപാടിയാണ്, അല്ല അതിനകത്ത് രഹസ്യമൊന്നുമില്ല. ആ ഒരു മേഖലയുടെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല, സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമാണത്. ചൈന അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഭീഷണി ഇന്ത്യ സമുദ്രത്തിൽ, ഇന്ത്യയുടെ പേരിലുള്ള സമുദ്രത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് പോയിട്ട് ശ്രീലങ്കയില്, പാകിസ്ഥാനില് ഒക്കെ പോയിട്ട് അവിടെ തുറമുഖങ്ങളും അതുപോലെ തന്നെ ആയുധ കൈമാറ്റങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് ശരിയായിട്ട് നമുക്ക് സർവൈലൻസ്, മിലിറ്ററി ടേംസിലുള്ള ഒന്നാണ്, അതിന്റെ നിരീക്ഷണം നടത്താനുള്ള ഒരു സംവിധാനമില്ല. ഇത് വന്നു കഴിയുന്നതോടുകൂടി ചൈന എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നതിൽ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്ക് ഉണ്ടാവും. അതനുസരിച്ചുള്ള നമ്മുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റ് നടത്താൻ നമ്മൾക്ക് പറ്റും. അപ്പൊ ചൈനയുടെ ഈ ഇന്ത്യ സമുദ്രത്തിലെ മേൽക്കോയ്മയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ പാകിസ്ഥാൻ കൂടാതെ ബംഗ്ലാദേശിലേക്കും അവരൊരു അച്ചുതണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്കുമുള്ള എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അയൽ രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് തന്ത്രപൂർവം നരേന്ദ്രമോദി ചൈനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ ഇതിന് പച്ചക്കൊടി കാണിച്ചത്. അതാണ് ചൈനയ്ക്ക് മാത്രമല്ല പലർക്കും
അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതെ. മാത്രമല്ല നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട് അത് മാറും. ആ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു സംഭവം വരുമ്പോൾ, ആ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിന്റെ അതായത് നമുക്ക് പറയാമല്ലോ, ഈ ഒരു കാര്യം ഈ ഗോത്രവർഗങ്ങളുടെ ഒക്കെ കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പ് പലത്തും ഇല്ലാതെയാക്കിയ സമയത്തൊന്നും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കോ അതിന്റെ വക്താക്കൾക്കോ ഒന്നും ഈ നാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ സമയം ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് CPM-ന്റെ നേതാക്കൾക്ക് വരുന്ന ഇൻട്രസ്റ്റ്, ഇതെല്ലാം കണക്റ്റഡ് അല്ലേ സർ? തീർച്ചയായിട്ടും. ഇവിടെ ഇതുകൂടാതെ ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പ്രോജക്റ്റ് കൂടി വരുന്നുണ്ട്. ഇത് വലിയൊരു ഭീഷണിയായിട്ട് വരികയാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ അടുത്തുള്ള തുറമുഖങ്ങൾക്കെല്ലാം വലിയ ഭീഷണിയായിട്ട് വരുന്ന ഒന്നായിട്ട് മാറുകയാണ്. ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടലിടുക്ക് എന്ന് പറയുന്നത് മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഈ മലാക്ക സ്ട്രൈറ്റ് വഴിയെ ചൈനയുടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അതിനെ മലാക്ക ഡിലമ്മ എന്നാണ് പറയുന്നത്. അപ്പൊ അതുവഴി പോകുന്ന ഏത് കപ്പലും നമുക്ക് ഇവിടെ നിന്ന് നോക്കി സർവൈലൻസ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ത്യയുടെ കണ്ണു വെട്ടിച്ച് ഒരു കാര്യവും ചൈനയ്ക്ക് ഈ മേഖലയിൽ നടത്താൻ പറ്റാത്തൊരവസ്ഥ. ഇത് ചൈനയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷമാണ് നമ്മുടെ ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ പ്രക്ഷോഭം തുടങ്ങുന്നത്. കോക്രോച്ച് പാർട്ടി ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, സോറി സാറ് ഇതിനിടയിൽ ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്, എത്ര പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, ഈ CPM-ന്റെ നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഐ തിങ്ക് ഇവരും ചൈനീസ് എംബസിയിലേക്ക് പോയ ഒരു കാര്യം പറഞ്ഞു. അതെ അതെ, അവര് നമ്മുടെ ശൈലജ ടീച്ചറുണ്ട്, റിപ്പബ്ലിക് TV ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. റൗണ്ട് ടു CPM കാരി, അവർക്ക് അറിഞ്ഞുകൂടാ, ഐഡന്റിഫൈ ചെയ്തില്ല ശൈലജ ടീച്ചറാണെന്ന്. നമ്മൾ ഈ കേരളക്കാരനായിട്ട് മനസ്സിലാക്കി. ശൈലജ ടീച്ചറുണ്ട്, MA ബേബി ഉണ്ട്, പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ ഒരു നേതാവുണ്ട്. ഇവർ 3 പേരും കൂടി പോയിട്ട് അവിടെ വാങ്ചുക്കിന് വലിയ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചിട്ട് നേരെ പോയത് ചൈനീസ് എംബസിയിലേക്കാണ്. അപ്പൊ ഞങ്ങൾ നിക്കോബാറിന് വേണ്ടിയിട്ടുള്ള പാരകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ പേടിക്കണ്ട എന്ന് ആശ്വസിപ്പിക്കുകയാണ് ചൈനീസ് അംബാസഡറെ. ഇവർക്ക് ചൈനീസ് എംബസി പോയിട്ട് എന്താ കാര്യം? എന്താ വിദേശകാര്യത്തിന്റെ വക്താക്കളോ? അതുപോലെ തന്നെ ജസ്റ്റിസ് ചലമേശ്വർ അവിടെ സുപ്രീം കോടതിയിൽ നിന്ന് വഴക്കുണ്ടാക്കി പോയി കഴിഞ്ഞപ്പോൾ രാജ അയാളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇയാളാരാ? സുപ്രീം കോടതിയിലെ ജഡ്ജിയോ? അപ്പൊ ഇവരെല്ലാം കളിക്കുന്നുണ്ടെന്നേ. ആ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ കാണാൻ നമ്മുടെ പ്രധാനമന്ത്രി പോയിരുന്നെങ്കിൽ ഇവരെല്ലാം എന്തെല്ലാം പറയുമായിരുന്നു. അപ്പൊ നമ്മുടെ സുപ്രീം കോടതിയെ, അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിനെ, അതുപോലെ തന്നെ ഇപ്പൊ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മലീമസമാക്കി ഇലക്ഷൻ കമ്മീഷന് ജനാധിപത്യത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആ ചൈനയ്ക്ക് വേണ്ടി കളിക്കുന്ന കളിയാണ്. ചൈനീസ് എംബസിയിൽ നിന്ന് ഇവർ പണം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് റിപ്പബ്ലിക് TVയുടെ ഒരാള് റിപ്പോർട്ടർ പുറകെ നടന്ന് മൈക്കും കൊണ്ട് നടന്ന് ചോദിച്ചു, വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻ ചൈനീസ് എംബസി സർ? ആഫ്റ്റർ മീറ്റിംഗ് വാങ്ചുക് യു ജസ്റ്റ് വെന്റ് ടു എ ചൈനീസ് എംബസി. വാട്ട് ട്രാൻസ്പയർഡ് ബിറ്റ്വീൻ യു ആൻഡ് ദി ചൈനീസ് അംബാസഡർ എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഉത്തരം താത്വികമായിട്ട് പറയുന്ന MA ബേബി, ഐ എം വെരി ബിസി എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുപോലെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കൂടെ നിന്ന് ഒരു കരാറിൽ ഒപ്പിടുന്നതിന്റെ പടം, എന്ത് കരാറിലാണ് നിങ്ങൾ ഒപ്പിട്ടതെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതെല്ലാം രഹസ്യമായിട്ട് വെച്ചിരിക്കുക. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പോയി സമരം നടത്തുക. നാണമില്ലേ? വിദേശത്തെല്ലാം അതുപോലുള്ള പരിപാടികളാണ് നടത്തുന്നത്. അപ്പൊ ഇവരെല്ലാം ചൈനയുടെ ചാരന്മാരാണ്, നെക്സലൈറ്റുകളാണ്, അർബൻ നെക്സലൈറ്റുകളാണ്. അവരാണ് ചൈനയ്ക്ക് വേണ്ടിയിട്ട് നേരെ ചൊവ്വേ പോകുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് ജോർജ് സൊറോസ് ഉണ്ട്. അങ്ങേർക്ക് എന്താ കാര്യം? അംബാനി, അദാനി, ടാറ്റ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങേർക്ക് ഇങ്ങോട്ട് വന്ന് ഫുട് പ്രിന്റ് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറി, ഗവൺമെന്റ് മാറിയാൽ അയാൾക്ക് ഇങ്ങോട്ട് കടന്നു വന്ന് ഇന്ത്യയിലെ കുത്തക, അയാളുടെ വ്യവസായം അയാളുടെ കുത്തകയാക്കി തീർക്കാമെന്നുള്ള വ്യാമോഹം. അവരും പൈസ കൊടുക്കുന്നുണ്ട്, നല്ല പോലെ പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മോദിക്കെതിരെ സോറോസിന്റെയും ചൈനയുടെയും പണം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരുന്ന സമരമാണ്. ഇതിനേക്കാൾ തീവ്രമായ എത്രയോ പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. നോക്കൂ, ഇപ്പോ 26 കോടിയോളം നമ്മുടെ രാജ്യത്തിന്റെ പ്രായം എന്ന് പറയുന്നത്, ശരാശരി ആയുസ് എന്ന് പറയുന്നത് 29 വയസ്സാണ്. അതിൽ ഏതാണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും 13% അൺഎംപ്ലോയിഡ് യൂത്താണ്.
അവർക്ക് വേണ്ടിയിട്ട് സമരം നടത്തിയാൽ നമ്മൾ അതിനെ തീർച്ചയായിട്ടും ന്യായീകരിച്ചേനെ. ഇതിപ്പോൾ ഒരു നീറ്റ് പരീക്ഷയിൽ നടന്ന പരിഹരിക്കപ്പെട്ട ഒരു സംഭവത്തിന് വേണ്ടി, ഇത് പരിഹാരമില്ലാതെ നിന്ന സംഭവമാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്നതിന് പരിഹാരവും ഉണ്ടായി. ഇപ്പൊ അതിൽ ആത്മഹത്യ ചെയ്തവർക്ക് ഓരോ കോടി രൂപ കൊടുക്കാൻ പോവുകയാണ്, ഓരോ കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. അങ്ങനെ പരിഹരിക്കപ്പെട്ടു. നമ്മുടെ എയർഫോഴ്സിന്റെ വരെ സഹായത്തോടു കൂടി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എത്ര കോടി രൂപ ചെലവിൽ ആ പരീക്ഷ നടത്തി, അത് തിരുത്തി, ഗവൺമെന്റിന് പറ്റിയ തെറ്റ് തിരുത്തി. അതുപോലെ കഴിഞ്ഞ ദിവസം NDA യോഗം ചേർന്നു. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഇനി ഇത് വരാതിരിക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇത് ഉണ്ടായതൊരു മഹാപാപമാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചും കഴിഞ്ഞു. ഈ നിക്കോബാർ പദ്ധതിയും CJPയുടെ ഈ ഒരു മാർച്ചും അതിലേക്ക് പെട്ടെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു എൻട്രൻസും തമ്മിൽ എങ്ങനെയാ കണക്റ്റഡ് ആകുന്നത്? കണക്റ്റഡ് ആണത്. ചൈന പക്ഷമാണ് അദ്ദേഹം എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ പക്ഷം ഇന്ത്യൻ പട്ടാളക്കാരെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ മാതൃഭൂമി വിശേഷിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയത് സർജിക്കൽ സ്ട്രൈക്കാണെന്ന്. നമ്മളൊരു ശത്രു രാജ്യത്തേക്ക് നടത്തിയതിനെയാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിചാരിക്കുന്നത്. ഇന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ കാണിച്ച ആ പട്ടി ഷോയ്ക്ക് മാതൃഭൂമി ഇട്ടുകൊടുത്ത പേരാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന്. ആ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ റിയാലിറ്റിയെ ചോദ്യം ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. ശരിക്കും അത് നടന്ന ഒരു സംഭവമാണോ, വെറുതെ പറയുന്നതാണോ? ഫോട്ടോ സഹിതം അത് വന്നിട്ടും. അതുപോലെ തന്നെ അവിടുത്തെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ ഏകപക്ഷീയമായ ഒരു വിജയം നേടിയപ്പോൾ ഇദ്ദേഹം ഖേദിച്ചത് നിഷേധാത്മകമായിട്ട് ഇന്ത്യക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ്. ശത്രു രാജ്യം പറയുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയെ എതിർത്തുകൊണ്ടും ഒരു ഏർബൻ നക്സലൈറ്റിനെ പോലെയും പെരുമാറിക്കൊണ്ടുവരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് മൊത്തം ഇന്ത്യക്കാരെയും ഷെയർ മാർക്കറ്റിനെയും നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു തകരുന്ന ഡെഡ് എക്കോണമിയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം പല മണ്ടത്തരങ്ങളും പറയാറുണ്ട്, ഇദ്ദേഹവും പല മണ്ടത്തരങ്ങളും പറയാറുണ്ട്, ഒരു ഡെഡ് എക്കോണമിയാണ്, അധികകാലം പിടിച്ചു നിൽക്കത്തില്ല, തകർന്നു പോകുമെന്ന്. വാസ്തവം എന്താണ്? ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതേസമയം തന്നെ അതിന്റെ വളർച്ച നിലനിർത്തുകയും ചെയ്യുന്ന ഒരു എക്കോണമിയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഡിലമ്മ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അത് തന്നെ നിലനിർത്താൻ കഴിഞ്ഞ ഏക രാജ്യം ഇന്ത്യയാണെന്ന് വേൾഡ് ബാങ്കും അതുപോലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും അന്താരാഷ്ട്ര മോണിറ്ററി ഏജൻസികളും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളപ്പോഴും ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാരെ ഡീമോറലൈസ് എന്തിനു വേണ്ടിയിട്ട്? ഈ ഡീമോറലൈസേഷൻ സഹായിക്കുക ചൈനയുടെ ആധിപത്യത്തെയാണ്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നു ഇന്ത്യ അമേരിക്കയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഗവൺമെന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയെ മോറലായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിരോധനാജ്ഞ നിലവിലിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോയതും അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത തരത്തിൽ ഉള്ള രഹസ്യമായിട്ടുള്ള ബന്ധങ്ങൾ ചൈനയുമായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ അഭിജിത് ഗിബ്കെ നയിച്ച സമരത്തിൽ അദ്ദേഹം ആദ്യം പങ്കെടുക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഭിജിത് ദീപ്കെയും കോക്രോച്ച് പാർട്ടിയും ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് ഓവർഹോൾ ദ വേ ഇന്ത്യ ഈസ് റൺ. അതായിരുന്നു അവരുടെ റിപ്പോർട്ട്, BBC റിപ്പോർട്ട് ചെയ്ത പ്രകാരം അവരുടെ ഡിമാൻഡ് അതായിരുന്നു. അതുപോലെ തന്നെ സൊസൈറ്റൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വല്ലതുമാണോ നടന്നത്? ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം മാത്രം, ഒരു മന്ത്രിയുടെ രാജി മാത്രമല്ലേ അവർ അഡ്രസ്സ് ചെയ്തുള്ളൂ? അതിനുവേണ്ടി അല്ലായിരുന്നോ ഈ നിരാഹാര സമരമൊക്കെ നടത്തിയത്? അപ്പൊ അങ്ങനെ ചുരുങ്ങിപ്പോയി എന്നതിന്റെ അർത്ഥം അവരുടെ ലക്ഷ്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടു. വാസ്തവത്തിൽ ഹോങ്കോങ്ങിൽ നടന്നതുപോലെ, ടിയാനമെൻ സ്ക്വയറിൽ നടന്നതുപോലെ, നേപ്പാളിൽ നടന്നതുപോലെ, ബംഗ്ലാദേശിൽ നടന്നതുപോലെ, ശ്രീലങ്കയിൽ നടന്നതുപോലെ ഒരു വിപ്ലവമാണ് അവർ പ്ലാൻ ചെയ്തത്. അതിൽ അമ്പെ പരാജയപ്പെട്ടപ്പോഴാണ്
ഡിസ്ഗ്രണ്ടിൽഡ് ആയിട്ടുള്ള എലിമെന്റ്സിനെ വെച്ചുകൊണ്ട് ആ ഡിസ്ഗ്രണ്ടിൽഡ് എലിമെന്റ്സ് ഏതൊക്കെയാണ്? അതിനകത്ത് വരുന്നത് വഖഫ്, പുതിയ ഭേദഗതി വന്നതിനെ എതിർത്ത വിഭാഗം, അതുപോലെ തന്നെ ആസാദി ഗ്യാങ് ഉണ്ടല്ലോ, ടുക്കടെ ഗ്യാങ്, അവര്, പിന്നെ അതുപോലെ ആർട്ടിക്കിൾ 370 കാശ്മീരിലേത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാര്, ഇങ്ങനെയുള്ള ഡിസ്ഗ്രണ്ടിൽഡ് എലിമെന്റ്സ്. ശക്തമായ ഒരു ഗവൺമെന്റ് ശരിയായ തീരുമാനമെടുക്കുമ്പോൾ അതിലെ അഫക്റ്റഡ് ആവുന്ന പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ശ്രമമാണ്. അത് നിയമവിരുദ്ധവും ഏതാണ്ട് ഭീകര സ്വഭാവവും ഉള്ളതാണ്. ഭീകരന്മാരെ സഹായിക്കുന്ന തരത്തിലും ഉള്ള ഒന്നാണ് ഈ ചെയ്തു കൂട്ടിയത്. ആ തരത്തിൽ ഇന്ത്യയെ ഈ തീ എന്ന് പറയുന്നത്, ആളിക്കത്തി എന്ന് പറയുന്നത് ശരിയാണ്, ഇന്ത്യയെ ആളിക്കത്തിക്കാനുള്ള, ഇന്ത്യയെ ചുട്ടുകൊല്ലാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നടത്തിയത്. അവർ ദേ ആർ നോട്ട് അറ്റ് ആൾ അഫക്റ്റഡ്. അത് നോക്കൂ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അവർ കാണിച്ച നാടകം, പട്ടിഷോ, എന്തൊരു ചിരിയായിരുന്നു അവര്. സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നത്തെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ഈ ചിരി എങ്ങനെ നിങ്ങളുടെ മുഖത്ത് വരുന്നു? നിങ്ങൾ വെറുതെ നാടകം കളിക്കുകയാണ്, ചിരിയാ. കണ്ടോ, ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റാൽ, തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോപ്പിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളതല്ലേ കാണിക്കുന്നത്. സീരിയസ് ആയിട്ടൊരു പ്രശ്നം വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ലുക്കല്ലേ വേണ്ടത്? അവർ ചിരിക്കുക, ഷോ കാണിക്കുന്നത് പോലെ, ഞങ്ങൾ കണ്ടോ ഷോ കാണിക്കുന്ന പോലെ. ഇന്ത്യയിലെ ജനങ്ങളെ കൊഞ്ഞനെ കുത്തി കാണിക്കുകയല്ലേ ഇവർ ചെയ്യുന്നു. അതിനെ താരാട്ടാനും താലോലിക്കാനും ന്യായീകരിക്കാനും കുറെ ആൾക്കാർ, പൗരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത്, നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ ഒരു പ്രവൃത്തിയാണ്. എലിയെ നമുക്ക് ഇല്ലാതാക്കാം, പക്ഷെ പുര ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം വഴിയാധാരമായി പോകും എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ടായാൽ അത് നന്നായിരിക്കുമെന്ന് മാത്രമേ ഇത്തരത്തിൽ പറയാനുള്ളൂ. ചൈനയ്ക്ക് വേണ്ടി, ചൈനയുടെ 30 വെള്ളിത്തുട്ടിന് വേണ്ടി ഇന്ത്യയെ ഇങ്ങനെ ഒറ്റുകൊടുക്കുന്നവരെ ജനങ്ങൾ ഒറ്റുകൊടുത്തു. ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഇനിയും ഒരു സ്ഥാനവും കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഈ ഗാന്ധി എന്നുള്ള അവരുടെ പേര് ഇനി വെച്ചുകൊണ്ട് നടക്കാൻ ഒരു യോഗ്യതയുമില്ല. കാരണം ഗാന്ധിയും നിങ്ങളുടെ പിതാമഹനായിട്ടുള്ള നെഹ്റുവും ഒക്കെ ഇന്ത്യ എന്ന രാഷ്ട്രം, അതിൻ്റെ പുരോഗതിയാണ് കാംക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾ പക്ഷെ കാംക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലെ സിംഹാസനത്തിലെ അധികാരം മാത്രമാണ്. അതുകൊണ്ട് ഈ പേര് വയ്ക്കാനുള്ള യോഗ്യത നിങ്ങൾക്കിനി ഇല്ല, സോണിയാഗാന്ധിക്കും ഇല്ല. അത് വയ്ക്കരുത്. നിയമം ലംഘിക്കുന്നവരായിരുന്നില്ല മഹാത്മാഗാന്ധിയും അതുപോലെ ജവഹർലാൽ നെഹ്റുവും സ്വതന്ത്ര ഭാരതത്തിൽ. ആ ഓർമ്മ വേണം. ഇത് സ്വതന്ത്ര ഭാരതമാണ്. ഇറ്റലി ഭരിക്കുന്ന രാജ്യമല്ല, ബ്രിട്ടൻ ഭരിക്കുന്ന രാജ്യവുമല്ല, അമേരിക്ക ഭരിക്കുന്നതോ ചൈന ഭരിക്കുന്നതോ രാജ്യമല്ല. ഇത് ഇന്ത്യക്കാരാൽ ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാജ്യമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ള. നിങ്ങൾ ഇന്നലെ ചെയ്ത ആ സമരം ഇന്ത്യക്കാരോട് ചെയ്ത സമരമാണ്.